നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനിക്കൂറാണ്. അപ്പോൾ അതിൻ്റെ 7ാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷയോഗത്തിലെ ഭദ്രായോഗം ചെയ്ത് കർമാധിപത്യം വഹിച്ച് ബുധൻ നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുകൂലമാണ്. എന്ത് കാര്യങ്ങൾ ആലോചിച്ചാലും ആഗ്രഹിച്ചാലും അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട്, അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന യോഗമുള്ള സമയമാണ്. എന്നാൽ വീട് വിട്ട് നിൽക്കാനായിട്ട് യോഗമുണ്ട്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാൽ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ ആണ് കാണുന്നത്. എങ്കിലും 5ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം 6ാം ഭാവത്തിലേക്ക് മാറിയതുകൊണ്ട് ഈ മാസത്തിൽ കുറച്ചൊരു ദൈവാധീനക്കുറവുണ്ട്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട്. ദൈവാധീനം വർദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മേൽപ്പറയപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറിയിട്ട് കർമാധിപതി ബലവാനായത് കാരണം തൊഴിലിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും കർമ്മസ്ഥാനത്ത് പാപഗ്രഹമായിരിക്കുന്ന ഘടനകാരകനായിരിക്കുന്ന കേതുവാണ്. ഒരു കാരണവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ മുടക്കങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നം, നിസ്സാര പ്രശ്നങ്ങൾ കൊണ്ട് തൊഴിലിൽ തടസ്സങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവമാണ്. വീട് വിട്ടു നിന്ന് തൊഴിലെടുക്കാനും ഒക്കെയാണ് യോഗം. എങ്ങനെയൊക്കെയാണെങ്കിലും ദാമ്പത്യ സംബന്ധമായിട്ടുള്ള വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ദാമ്പത്യ സുഖം കാണുന്നുണ്ട്. ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. ഭാര്യയിൽ നിന്നും അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങൾക്കും ഗുണങ്ങൾക്കും യോഗമുണ്ട്. അപ്പോൾ പൊതുവെ മാനസികമായിട്ടുള്ള സന്തോഷവും കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖവും അനുഭവിക്കാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറച്ച് ശ്രദ്ധക്കുറവ് പോലെയുള്ളതോ അല്ലെ അലസത പോലെയുള്ള കാര്യങ്ങൾക്കോ യോഗമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. അതുകൂടാതെ കണ്ട് മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധികളും തടസ്സങ്ങളും വന്നാലും ആ തീരുമാനിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് പരിശ്രമിക്കുകയും അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. 6ാം ഭാവാധിപത്യം വഹിച്ച് ശുക്രൻ ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് ശത്രുദോഷം കുറച്ച് പ്രബലമാണ്. ആ ശത്രുദോഷം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യത്തിന് കുറച്ച് കുറവ് ചില സമയത്ത് സംഭവിക്കാനും സാധ്യതയുണ്ട്. കാരണം ശത്രുസ്ഥാനാധിപതി ബാധാസ്ഥാനത്താണ് 12ാം തീയതിക്ക് ശേഷം നിൽക്കുന്നത്. അപ്പോൾ ബാധാസ്ഥാനത്ത് ശത്രുസ്ഥാനാധിപതി നിന്നാലും ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് നിന്നാലും ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതമുള്ളത് കാരണം കൊണ്ട് തൊഴിൽ സംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കുക, വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ, വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ മൂല കാരണം ഈ ശത്രുദോഷം ആണ്. അപ്പോൾ ഈ ശത്രുദോഷം എന്ന് പറയുമ്പോൾ വീടിന് സമീപത്തുള്ള വ്യക്തികളുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ട്, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലൊക്കെയുള്ള ശത്രുദോഷം അനുഭവത്തിൽ വരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഈ ശത്രുദോഷ പരിഹാരമായിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, നെയ്വിളക്ക് കഴിപ്പിക്കുക, ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, കടും പായസം കഴിപ്പിക്കുക, അതുപോലെ തന്നെ ഗണപതി ഹോമം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ശത്രുദോഷത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന നല്ല ഗുണങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ശത്രുദോഷത്തിൻ്റെ ദുരിതമുള്ളത് കാരണം കൊണ്ട് പ്രിയ കലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗം വരും. അതായത് സൗന്ദര്യപ്പിണക്കം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കലഹിക്കുക, ചെറിയ രണ്ടുപേരും തന്നെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിസ്സാരമായ സംസാരം, ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് കലഹിച്ചുകൊണ്ടിരിക്കുക. സൗന്ദര്യപ്പിണക്കാണ്, വലിയ വഴക്കല്ല, എങ്കിൽ പോലും കലഹങ്ങൾ ഉണ്ടാകുന്ന സ്വസ്ഥതക്കുറവുണ്ടാകും. അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല പരിഹാരങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.